പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രയിക്കുകയാണ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കൽപ്പനകളുണ്ടല്ലോ, കൽപ്പനകളും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും തമ്മിൽ ഭയങ്കര കണക്ഷൻസാണ്. നമ്മളെ പരിശുദ്ധാത്മാവിലേക്ക് പ്രവേശിക്കുകയല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കൈ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണമേ, പരിശുദ്ധാത്മാവെ വന്നിടണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈ നീട്ടിക്കൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. പക്ഷേ പരിശുദ്ധാത്മാവെ കിട്ടാനുള്ള വഴികളെല്ലാം നമ്മൾ കൃത്യമായിട്ട് അടക്കുകയും ചെയ്യും, തന്ത്രപൂർവ്വം. ഭയങ്കര രസമാണ്. ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഇപ്പം ഈ കൽപ്പനകളെ രണ്ട് ആയിട്ട് സംഗ്രഹിക്കാമെന്ന് പറയണില്ലേ ഈശോ? 22:37 അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന ഇതിന് തുല്യമാണ്. അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇനി രസം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 10 കൽപ്പനകളെ കർത്താവ് രണ്ടായിട്ട് ചുരുക്കി. എല്ലാത്തിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇനി ഈ കൽപ്പനകളുടെ പ്രയോഗതലങ്ങൾ നോക്കി. പ്രയോഗതലങ്ങളെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ പശ്ചാത്തപിക്കുവാൻ, പാപമോചനം യേശുക്രിസ്തു നാമ സ്നാനമേൽക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയണത്. അപ്പോൾ ഈ ദാനങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കാൻ വേണ്ടി പറയുന്ന സ്ഥലത്ത് വെച്ച് അതിൻ്റെ പ്രയോഗതലങ്ങളിൽ ആണ് ഈ ദാനങ്ങൾ വർക്കൗട്ട് ചെയ്യണത്. അതെന്തൊക്കെയാണത്? ഇപ്പം ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുത്തെങ്കിലും പ്രതിഫലം നൽകുമെന്നൊക്കെ ഈശോ പറയുന്നില്ലേ? മറ്റു മനുഷ്യനുമായിട്ട് ഈ കൽപ്പനകൾ പ്രയോഗത്തിൽ വരുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് അഭിഷേകമായി ലഭിക്കുന്നതിന് ഒരു ഡൈനാമിസം ഉണ്ട്, അതിനകത്ത് ഒരു മെക്കാനിസം ഉണ്ട്. അതിന് നിങ്ങൾ ഗലാത്യർ 5:22 വായിച്ചേ. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. അപ്പോൾ ഇതായത് നമ്മുടെ കൽപ്പനകളുടെ നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയുമ്പോൾ, നിന്നെപ്പോലെ എന്ന് പറയുമ്പോൾ നമ്മളോട് നമ്മൾ സ്നേഹമുണ്ട് അല്ലേ? നമ്മുടെ ഉയർച്ചയിൽ എല്ലാം നമുക്ക് ആനന്ദമുണ്ട്. പിന്നെന്താ? സ്നേഹം, ആനന്ദം, പിന്നെന്താ? സമാധാനം, ക്ഷമ. നമ്മൾ തന്നെ ഇപ്പോൾ ഒന്നുമില്ല, അങ്ങോട്ട് പോണ വഴിക്ക് ഒരു കസേര കൊണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ കൈയിടും. അപ്പം നമ്മൾ ആരുടെ കസേരകൾ നെല്ലിക ഒന്നും ചേരുന്നില്ല, നമ്മൾ തന്നെ തൂത്ത് കളയും, അതേ ഉള്ളൂ. നമ്മൾ തന്നെ നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തും. എന്നിട്ട് നമ്മളോട് ക്ഷമിക്കുന്നു എന്നുള്ള അർത്ഥം. ഒരു മറ്റുള്ളവരാണെങ്കിൽ നമുക്ക് അനകുറി അടിക്കും, അതാണ് വിഷയം. അപ്പം നമ്മളോട് തന്നെ നിന്നെ സ്നേഹിക്കണ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുന്ന വിഷയത്തിൽ അവരുടെ അപരാധങ്ങൾക്ക് സാരമില്ലെന്ന് പറയുന്നിടത്ത് വെച്ച് പരിശുദ്ധാത്മാവ് നിറയും. ഇത് യുട്ടോപ്യനൊന്നുമല്ല, 10,000-കണക്കിന് ദൈവത്തിൻ്റെ മക്കൾ ജീവിച്ച ജീവിതമാണ് ഞാൻ പറയണത്. നിങ്ങൾ പതുക്കെ അതിലേക്ക് വരണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ദിവസങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ദൈവകൽപ്പനകളുടെ പാലനത്തിലും കേവലമായി എന്തിനാണ് കൽപ്പന പാലിക്കണമെന്ന് ചോദിച്ചാൽ ഉടനെ പറയണം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിറയാൻ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാൻ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാനാണ് നമ്മൾ കൽപ്പന പാലിക്കണതിൻ്റെ ഉദ്ദേശം. അപ്പോൾ പെന്തക്കോസ്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്തെല്ലാം കൊണ്ട് നിറയാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ ഒരാളോട് മിണ്ടാതിരിക്കുകയാണ്, അയാളോട് ക്ഷമിച്ച് കഴിയുമ്പോൾ നമ്മൾ അത്രയും ഭാഗം അത്രയും ആ ഒരു മേഖല പരിശുദ്ധാത്മ നിറയുകയാണ്. അപ്പം ക്ഷമയിലൂടെ നമുക്ക് എന്തിനാണ് ക്ഷമിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മ നിറയാൻ. അതാണ് എൻ്റെ ഉത്തരം. അപ്പം അങ്ങനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പോണതും
ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയും ചെയ്യണതും പരിശുദ്ധാത്മാവ് സഹായനായി വരുന്നതും പരിശുദ്ധാത്മാവ് വരാതിരിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് പറയണതും ഇങ്ങനെ സംരക്ഷണം ആകപ്പാടെയുള്ള ടോട്ടൽ പ്രൊട്ടക്ഷൻ നൽകുന്നതും ഇതുപോലുള്ള പരിശുദ്ധാത്മാവ് വളരുമ്പോഴാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമായിരിക്കുക. എപ്പോഴും ഞാൻ പറയുന്ന പോലെ അവബോധത്തിലിരിക്കുക. അമ്മയുടെ മുമ്പിലാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ആഗ്രഹിക്കുക. അനുഭവം എനിക്കും കിട്ടണം ഉള്ളൊരു ആ ഒരു ആഗ്രഹത്തോടെ സന്തോഷത്തോടെ അമ്മയുടെ മുമ്പിലായിരിക്കുന്നുള്ള അവബോധത്തോടെ ഇരിക്കുക. വേറെ എല്ലാ പ്രശ്നങ്ങളും ചിന്തയും നിങ്ങളെ സഹനങ്ങൾ അതുപോലെ ഉത്കണ്ഠ എല്ലാം മറന്നിട്ടിരിക്കുക. എല്ലാം അമ്മയുടെ മധ്യസ്ഥം കൊണ്ട് സാധിക്കും. ഈശോനെ കൊണ്ട് എല്ലാം സാധ്യമാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥന കൂടുമ്പോൾ ഒരു അവബോധമില്ലാതെ, ബോധ്യമില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കും. വെറുതെ അത് മെക്കാനിസമായിട്ട് അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് പോവും. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അനുഭവം കിട്ടാതെ പോകുന്നത്. ജോലിയൊക്കെ അത്രയും തന്നെ ചെയ്യും. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുക ചെയ്യും. പക്ഷെ ചിലപ്പോൾ എവിടെയും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തില്ല. പലരും എന്നെ കൗൺസിലിങ്ങിൽ വിളിക്കുമ്പോൾ ജപമാല ചൊല്ലാറുണ്ടാവുമെന്ന് ഞാൻ ചോദിക്കും. ചൊല്ലുമെന്ന് പറയും. രഹസ്യമൊന്നും മര്യാദയ്ക്ക് ധ്യാനിക്കില്ല. അങ്ങോട്ട് അതേപോലെ നന്മ നിറഞ്ഞ മറിയമ്മ ഇടയ്ക്ക് വെച്ച് നിന്ന് കഴിഞ്ഞാൽ ആ നിന്ന സ്ഥലത്തിരുന്ന് പറയാൻ അറിയില്ല. അത് അവബോധം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ തുടക്കം തൊട്ട് ചൊല്ലിയാൽ അതിലേക്ക് എത്തും. സ്വർഗസ്നായ പിതാവ് അതുപോലെയാ, വിശ്വാസ പ്രമാണം അതുപോലെയാ. ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ തുടക്കം തൊട്ട് ചൊല്ലിയാൽ അവിടത്തേക്ക് എത്താൻ പറ്റും. അപ്പം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, സമയം കുറേ ചിലവാക്കും, പക്ഷെ അനുഭവം കിട്ടില്ല. ഈ ചില പിള്ളേരെ കണ്ടിട്ടില്ലേ, ഈ സൈക്കിൾ ഓടിക്കുന്നത് സ്റ്റാൻഡ് ഇട്ടിട്ട് സൈക്കിൾ ഓടിക്കും. സ്റ്റാൻഡ് ഇട്ടിട്ട് സൈക്കിൾ ഓടിച്ചാൽ അത്രയും തന്നെ ജോലിയൊക്കെ ചെയ്യണം. അരമണിക്കൂറൊക്കെ ഓടിക്കും. അത്രയും എനർജിയൊക്കെ ഉണ്ട്. പക്ഷെ എവിടെയും എത്തില്ല. നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാവുള്ളൂ. സൈക്കിൾ ഓടിച്ചാന്ന് വെച്ചാൽ ഓടിച്ച്, പക്ഷെ എവിടെയും എത്തില്ല. അപ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു മനുഷ്യനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളവനവൻ. അവനെക്കൊണ്ട് എല്ലാം സാധിക്കും. അപ്പോൾ അത് നമുക്കിന്ന് ചെറിയ വിഷയം ഇതിനെക്കുറിച്ച് ധ്യാനിക്കണം. അതേപോലെ എപ്പോഴും എവിടെ പോയാലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ചെറിയ ബൈബിൾ കയ്യിലുണ്ടാകണം. ഇന്നില്ലെങ്കിൽ അത് വാങ്ങിക്കണം. എവിടെ പോയാലും ബൈബിൾ കിട്ടും. ഒരു ബൈബിൾ എപ്പോഴും ഒരു ബാഗിലുണ്ടാകണം, പോക്കറ്റിലുണ്ടാകണം. വലുതില്ലെങ്കിൽ ഇത്രയും ചെറുതെങ്കിലും വെക്കണം. വലുത് കാറിലുണ്ടാകണം, പോക്കറ്റിലെപ്പോഴും ഇതുപോലത്തെ ഒരു ബൈബിൾ ഉണ്ടാകണം. അതേപോലെ ഹാൻഡ് ബാഗിൽ വേറെ ഒന്നുമില്ലെങ്കിലും, മൊബൈലില്ലെങ്കിലും ബൈബിൾ ഉണ്ടാകണം. എല്ലാവരും ഈ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുക. അത് പാടില്ല. ചെറിയ ചെറിയ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ദൈവത്തിൻ്റെ സ്വന്തമായി തീരാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എത്ര രൂപ വരാം? 50-100 രൂപ വരും. അപ്പോൾ ഇപ്പോഴും ഒരു ഹാൻഡ് ബാഗിൽ നമ്മൾ വെക്കേണ്ട ഒരു ബൈബിളും ഒരു ചെറിയ നോട്ട് വയ്ക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ബൈബിൾ വഴിയാ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ബൈബിൾ വഴിയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. എപ്പോഴും നമുക്കൊരാഗ്രഹം വേണം, ദൈവം എന്നോട് സംസാരിക്കണമെന്ന് വെച്ച്. അപ്പോൾ അതിനാണെങ്കിൽ ഒരു നോട്ട്ബുക്ക് വയ്ക്കുന്നത്. നോട്ട്ബുക്ക് വയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആഗ്രഹം കാണിക്കണം, നീ എന്നോട് എന്താ സംസാരിക്കണം. ഓരോ പ്രാവശ്യം ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, നീ എന്നോട് സംസാരിക്കണമെന്ന് വെച്ച്. അതൊക്കെ കുറിച്ചിടണം. പിന്നെ ഇതുപോലെ കേൾക്കുന്ന വചനം, ജോസഫ് അച്ഛൻ പറയണ സ്പീച്ചൊക്കെ കേൾക്കുമ്പോൾ ഒക്കെ അത് ചിലപ്പോൾ നമ്മളെ സ്പർശിക്കും. ആ വചനം അങ്ങോട്ട് എഴുതിയിടണം. എന്നിട്ട് അതിനെ ധ്യാനിക്കണം. ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കുറേ പ്രാവശ്യം അത് ബൈബിളിലെടുത്ത് വായിക്കണം. ദൈവം വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിച്ചത് നല്ലപോലും പ്രാർത്ഥിക്കാൻ അറിഞ്ഞാൽ നമുക്കെല്ലാം സാധ്യമാണ്. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ അതെല്ലാം അറിഞ്ഞാൽ മാത്രം പോരാ, ദൈവം അതെല്ലാം നമുക്ക് നൽകിയിരിക്കുകയാണ്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം. അത് മത്തായി 6:8 നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്തൊക്കെ ആവശ്യമാണോ അത് നമ്മളെ ദൈവത്തിന് അറിയാം. എങ്ങനെ അറിയണേ? ദൈവം അതെല്ലാം നിനക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവത്തിന് മുൻകൂട്ടി അറിഞ്ഞിട്ട് അത് വാഗ്ദാനം വഴി തന്നിരിക്കുക. പ്രോമിസ്, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ അതുണ്ട്. നമുക്ക് പലവരിക്കും ആ വാഗ്ദാനത്തിരുന്ന് അത് നിറവേറ്റാൻ, വാഗ്ദാനം നിറവേറ്റിയെടുക്കണം. വാഗ്ദാനത്തിൻ്റെ അകത്തിരിക്കുക, അത് അതിൻ്റെ അകത്തിരുന്ന് അതിനെ വസ്തുവാക്കി മാറ്റി ഇങ്ങോട്ട് എടുക്കണം. അതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊക്കെ വചനം വായിക്കാൻ അറിയാം, വചനത്തിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്യും. എല്ലാ കാര്യവും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ബൈബിളിലുണ്ട്, വചനത്തിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് വസ്തുവാക്കി മാറ്റിയെടുക്കണം. അത് നമുക്ക് ആവശ്യമുള്ളതായിട്ട് എടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന് ശ്രദ്ധിക്കേണ്ടത്, അത് പഴയ നിയമത്തിൽ പോകുമ്പോഴത്തേക്കും ഉൽപ്പത്തി 1 അധ്യായം 1-3 വരെ വായിക്കുമ്പോൾ ദൈവം ഈ ലോകത്തിലുള്ള എല്ലാം സൃഷ്ടിച്ചത് വചനം വഴിയാണ്, തൻ്റെ വചനം വഴിയാണ് സൃഷ്ടിച്ചത്. പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ്. പക്ഷേ ദൈവം അവിടെ നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റുന്നത്, ഉൽപ്പത്തി 1 അധ്യായം 1-3 വരെ ഇങ്ങ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ദൈവം ഈ വചനം പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറയണതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിലിരുന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വചനം നമ്മൾ വിശ്വസിക്കുമ്പോൾ, വചനം വിശ്വസിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വചനത്തെ ചൊല്ലി പ്രാർത്ഥിക്കണം. അതിനാ ബൈബിൾ വായിക്കാൻ പറയണം. ഈ ഉടമ്പടിയിൽ 1/2 മണിക്കൂർ നിങ്ങൾ ബൈബിൾ വായിക്കാമെന്ന് പറയുമ്പോൾ അത് കുരിച്ചിടണം. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അതിൽ വരും. അപ്പോൾ ആ വചനം അങ്ങോട്ട് കുരിച്ചിടണം. കുരിച്ചിട്ടിട്ട് അതിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ. അവിടെ എന്താ സംഭവിച്ചത്? ആ വചനം നിറവേറിയത് എങ്ങനെയാണ്? പ്രകാശം ഉണ്ടാകട്ടെ എന്ന് വെച്ചാൽ പ്രകാശം ഉണ്ടായത് എങ്ങനെയാണ്? അവിടെ പരിശുദ്ധാത്മാവ് വേണം. അപ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവ്, അപ്പോൾ വചനത്തിൻ്റെ കൂടെ എന്താ വേണ്ടിയത്? വാഗ്ദാനത്തിൻ്റെ കൂടെ പരിശുദ്ധാത്മാവും കൂടി വേണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവില്ലാതെ വചനം നിറവേറില്ല. അത് അമ്മ മാതാവ് ഗർഭമായപ്പോഴത്തേക്കും ലൂക്ക 1:28 ഗബ്രിയേൽ മാലാഖ വന്നിട്ട് അമ്മയോട് പറഞ്ഞ്, നീ ഒരു പുത്രനെ പ്രസവിക്കും. പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ അത്
ദൈവവചനമാണ്. ദൈവം പറഞ്ഞിട്ടാണ് ഗബ്രിയേൽ മാലാഖ വന്ന് പറയുന്നത്. അവിടെ വചനം മാത്രമേ ഉള്ളൂ, അവിടെ വാക്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മ ചോദിക്കുക അതെങ്ങനെയാണെന്ന്. അപ്പോൾ 1:35 ലൂക്ക 1:35 ഗബ്രിയേൽ മാലാഖ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മുകളിൽ നിറയുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ ദൈവം പറഞ്ഞ വചനം നിന്നിൽ നിറവേറും. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്ലസ് ദൈവവചനം. അപ്പോൾ ഇത് അങ്ങനെ സംഭവിച്ചപ്പോഴാണ് യോഹന്നാൻ 1:14 വചനം മാംസമായി മാറിയത്.